കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് UDF അധികാരത്തിലേറുമെന്ന പ്രവചനവുമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്ന 8 എക്സിറ്റ് സർവേകളിലും UDFന് നേരിയ ഭൂരിപക്ഷമുണ്ടെന്നാണ് പ്രവചനം. 70 മുതൽ 80 സീറ്റുകൾ വരെ UDF നേടുമെന്ന് ഭൂരിപക്ഷം സർവേകളും പ്രവചിക്കുമ്പോൾ 60നും 70നും ഇടയിൽ സീറ്റാണ് ഇടതുമുന്നണി നേടുകയെന്നാണ് പ്രവചനം. BJP ഇക്കുറി നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നു. സംസ്ഥാനത്ത് ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്നും UDF അധികാരത്തിൽ വരുമെന്നുമാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. UDF 70 മുതൽ 80 വരെ സീറ്റുകളും LDF 58 മുതൽ 68 വരെ സീറ്റുകളും നേടുമെന്നാണ് CNN ന്യൂസ് 18 പ്രവചനം. NDA 4 സീറ്റ് വരെ നേടുമെന്നും ന്യൂസ് 18 എക്സിറ്റ് ഫലം പറയുന്നു. 78 മുതൽ 90 സീറ്റ് UDF നേടുമെന്നും 49 മുതൽ 62 സീറ്റുകളിൽ മാത്രമേ LDFന് ജയിക്കാൻ സാധിക്കൂവെന്നുമാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ പ്രവചനം. കേരളത്തിൽ BJP വീണ്ടും അക്കൗണ്ട് തുറക്കുമെന്നും 3 സീറ്റ് വരെ BJP ജയിക്കാൻ സാധ്യതയുണ്ടെന്നും ആക്സിസ് മൈ ഇന്ത്യയും വ്യക്തമാക്കുന്നു. സമാനമായ പ്രവചനമാണ് JVCയും പീപ്പിൾ പൾസും നടത്തിയിട്ടുള്ളത്. UDF 72 മുതൽ 84 സീറ്റ് വരെ നേടുമെന്നും 52 മുതൽ 61 സീറ്റ് നേടി LDF പ്രതിപക്ഷത്തേക്ക് മാറുമെന്നും JVC പ്രവചിക്കുന്നു. 3 മുതൽ 7 സീറ്റ് വരെയാണ് BJPക്ക് സാധ്യതയുള്ളത്. UDF 75 മുതൽ 85 സീറ്റ് വരെ നേടുമെന്നും LDF 55 മുതൽ 65 സീറ്റ് വരെ നേടുമെന്നും പീപ്പിൾസ് പൾസ് എക്സിറ്റ് ഫലം പ്രവചിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരമാണ് ഉണ്ടായതെന്നാണ് സി ന്യൂസിന്റെ എക്സിറ്റ് പോൾ ഫലം വ്യക്തമാക്കുന്നത്. UDFന് 63 മുതൽ 74 സീറ്റുകളും LDFന് 58 മുതൽ 70 വരെ സീറ്റുകളും ലഭിക്കുമെന്നാണ് സി ന്യൂസ് പ്രവചിക്കുന്നത്. PMark, വോട്ട് വൈബ്, ബീക്കൺ എക്സ്ക്ലൂസീവ് തുടങ്ങിയ ഏജൻസികളും UDFനാണ് ഭരണം പ്രവചിക്കുന്നത്. പുറത്തുവന്ന എക്സിറ്റ് പോളുകളെല്ലാം അനുകൂലമായതോടെ അത്യാഹ്ലാദത്തിലാണ് UDF ക്യാമ്പ്. ഭരണമാറ്റം ഉറപ്പെന്നും 85ന് മുകളിൽ സീറ്റ് നേടുമെന്നുമാണ് UDF നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളുകയാണ് ഇടതുമുന്നണി. നേടിയ ഭൂരിപക്ഷമായാലും കേരളത്തിൽ ഭരണ തുടർച്ച ഉറപ്പെന്നാണ് LDF വ്യക്തമാക്കുന്നത്. പുറത്തുവന്ന 10 എക്സിറ്റ് പോളിൽ 5ലും BJP നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുമെന്നാണ് പ്രവചനമെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം. തുടർ ഭരണമോ ഭരണമാറ്റമോ? കേരളം കാത്തിരിക്കുന്ന വിധി. മെയ് 4 തത്സമയം ന്യൂസ് മലയാളം ഡിജിറ്റലിൽ.